അതിന് കൂടുതൽ കാലാവധിയില്ലാതെ അത് നാശത്തിലേക്ക് ആപ്പതിക്കുമെന്ന ബോധ്യം വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മൾ അരാജക ജീവിതത്തിലേക്ക് നയിക്കുകയും എല്ലാ കാലത്തും വിദ്യാർത്ഥി സമൂഹം നിഷ്ക്രിയമായിരിക്കണം, പ്രതിരോധ ശേഷിയില്ലാതെ, സംസാരിക്കാൻ ശേഷിയില്ലാതെ, ശബ്ദമില്ലാത്ത ഒരു തലമുറയായി പുതിയ വിദ്യാർത്ഥി സമൂഹം മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ SSF നിരന്തരം വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സമൂഹത്തിന് വേണ്ടി ഉറക്കെ ശബ്ദിക്കാൻ, നിരാലംബരായ മനുഷ്യരുടെ കൂടെ നിന്ന് ഈ സമൂഹത്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദങ്ങളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വരകൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വായനകൾ ഈ സമൂഹത്തോട് ചേർന്നു നിൽക്കണം. മനുഷ്യപ്പറ്റുള്ള, മണ്ണിന്റെ മണമുള്ള, മനുഷ്യന്റെ വേദനകൾ അറിയുന്ന പരിച്ഛേദങ്ങളാവാൻ SSFന്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നത് സാഹിത്യോത്സവങ്ങളാണ്. ലിബറൽ കാലത്ത് ഈ സമൂഹത്തെ മുഴുവനും അരാജക ജീവിതത്തിലേക്ക് തള്ളിവിട്ട് അതിസ്വതന്ത്രവാദത്തിലേക്ക് സമൂഹം മുഴുവനും നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് SSFകാർ വിദ്യാർത്ഥികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആരാരുമില്ലാത്ത മനുഷ്യന്റെ വേദനകൾ അറിയുന്ന പക്വമതികളായ വിദ്യാർത്ഥി സമൂഹമാണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം ഈ സമൂഹത്തെ കുറിച്ച് ബാധ്യതകളില്ലാത്തവരാണ്. സമൂഹത്തിലെ രക്ഷിതാക്കളെ കുറിച്ച്, പാവങ്ങളെ കുറിച്ച്, നിർധനരായ രോഗികളെ കുറിച്ച്, വൃദ്ധജനങ്ങളെ കുറിച്ച് ഒരാൾക്കും ഒരു ബാധ്യതയും ഇല്ലാത്ത വിധം ആരോടും കടപ്പാടുകളില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറ. സ്വയഷ്ടപ്രകാരം അവർ ആസ്വദിച്ച് ആർമാദിച്ച് ജീവിക്കുകയാണ്. ഈ തലമുറകളോട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ക്ലാസുകൾ നമുക്കറിയാം. ഐക്യാനെന്ന് നിരന്തരം രാവിലെ 10 തവണ ഉരിയിടണമെന്നും നിങ്ങളുടെ തലയിണയുടെ ചുവട്ടിൽ ഞാനൊരു സമ്പന്നനാവുമെന്നും എഴുതി വെക്കണമെന്ന് പറയുന്ന മോട്ടിവേഷൻ ക്ലാസുകളുള്ള കാലത്ത് വിദ്യാർത്ഥി സമൂഹത്തോട് SSF പറയുന്നു, അല്ല മക്കളെ, നിങ്ങൾക്ക് വേണ്ടത് നിരന്തരം ഈ സമൂഹത്തിന്റെ കഷ്ടതകൾ അറിഞ്ഞ് ക്ലാസ് മുറികളിൽ നിന്ന് നിങ്ങൾ അധ്വാനിച്ചെടുക്കുന്ന നിങ്ങളുടെ അറിവുകൾ, വിദ്യാഭ്യാസം നിങ്ങൾ നേടണം. ഈ സമൂഹത്തിന്റെ വേദനകൾ അറിഞ്ഞ് നിങ്ങൾ ക്രിയാത്മകമായി ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്തെ അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് ഈ സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ, ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പങ്കാളികളാവാൻ കഴിയൂ. അതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം ഈ രാജ്യത്തിന്റെ വേദനകളെ കുറിച്ച് അറിയുന്നവരാവണം. ഈ സമൂഹത്തിന്റെ മാനസിക നിലകളെ കുറിച്ച്, ആരാലും പരിഗണിക്കപ്പെടാത്ത മനുഷ്യരെ കുറിച്ച് നമുക്ക് നന്നായി സംസാരിക്കാൻ കഴിയണം. ആധുനികത നമ്മളോട് നിരന്തരം പറയും, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളെ രക്ഷിതാക്കളാണെങ്കിൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ മതമാണെങ്കിൽ ആ മതത്തിന്റെ ചരടുകൾ നിങ്ങൾ വലിച്ചെറിയൂ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് സാമൂഹികമായ ഏതെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിൽ അവകളെ നിങ്ങൾ ചവിട്ടി മതിക്കൂ എന്ന് നിരന്തരം ആധുനികത നമ്മുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് SSF സമൂഹത്തോട്, ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് SSF നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സമൂഹത്തിന്റെ വേദനകൾ അറിയുന്ന, ഈ സമൂഹത്തിന്റെ നാഡീമിടിപ്പുകൾ അറിയാൻ ശേഷിയുള്ള, ഈ സമൂഹത്തിന്റെ ചലനങ്ങളും ചുവരെഴുത്തുകളും വായിക്കാൻ ശേഷിയുള്ള പക്വമതികളായ വിദ്യാർത്ഥി സമൂഹം ഈ നാടുകളിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അവർ ക്ലാസ് മുറികളിൽ സംവാദങ്ങളിൽ ഏർപ്പെട്ട് ഈ സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച്, രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ച്, നമ്മുടെ ഭരണാധികാരികളുടെ നിസ്സംഗതകളെ കുറിച്ച്, അധികാര യന്ത്രങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ തോന്നിവാസങ്ങളെ കുറിച്ച് സംസാരിക്കാൻ, അതിനെതിരെ വരലുരത്തി സംസാരിക്കാൻ, തെരുവോരങ്ങളിൽ മുദ്രാവാക്യം മുഴക്കാൻ ശേഷിയുള്ള തലമുറയായി നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാറേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ലോക ലഹരി മാഫിയകളുടെ കുത്തക കേന്ദ്രമായി, നമ്മുടെ ഇടത്താവളമായി കേരളം മാറുന്ന സാഹചര്യത്തിൽ വലിയ കപ്പലുകൾ കേരളത്തിന്റെ തീരദേശങ്ങളിൽ നങ്കൂരമിട്ട് ആ കപ്പലുകളെ നിറയെ ലഹരി വസ്തുക്കൾ കാണുന്നത് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയോട് ലഹരിയിൽ നിന്ന് മാറി നിന്ന്, അരാജക ജീവിതങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ സമൂഹത്തിനു വേണ്ടി നിൽക്കാൻ നിങ്ങൾ പഠിക്കണമെന്ന് നിരന്തരം SSF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഴിവിട്ട പ്രണയ ജീവിതത്തിൽ കുടുങ്ങി ധാരാളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, സൈക്കാട്രിസ്റ്റുകളുടെ മുമ്പിൽ വരുന്ന നീണ്ട നര